ഇവിടെ കോട്ടുളിയിൽ ഒരു സഖാവിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം കേരളത്തിലെ PSCയുടെ മൊത്തത്തിലുള്ള വിശ്വാസ്യത തകർക്കുന്ന ആരോപണമാണ്. ലക്ഷക്കണക്കായിട്ടുള്ള യുവതി യുവാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും അവര് രാപ്പകൽ ഭേദമന്യേ കഠിനാധ്വാനം ചെയ്ത് ഒരു ജോലിയിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി സമീപിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ അംഗത്വം തന്നെ ഇങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ ബാക്കി നിയമനങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും എന്ന് ആശങ്കപ്പെട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. കേരള PSCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെടുക്കുന്ന ജോലിക്ക് അധികമുള്ള ആളുകളാണ്. ഇപ്പൊ തന്നെ 21 പേരെങ്ങാനുണ്ട്. പിന്നെ CPM ഇപ്പൊ എത്ര നിഷേധിച്ചാലും LDF വന്നതിന് ശേഷം PSC അംഗത്വം കിട്ടാനുള്ള മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിപ്പോ 60-65 ലക്ഷം റുപ്യാണ്. ഇപ്പൊ ഏത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന സാഹചര്യം എത്തിയിരിക്കുകയാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ല PSC അംഗത്വത്തിന് വേണ്ടി കോഴ ചോദിക്കുന്നത്. ഇവിടെ കോട്ടുളിയിൽ PSC അംഗത്വത്തിന് പണം കൊടുത്തോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര് കൊടുത്തു, ആര് വാങ്ങി, ആർക്ക് വേണ്ടി വാങ്ങി? ഈ ചോദ്യം ഉയരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് 2017 CPM ൽ നിന്ന് പുറത്തായ ഒരു മൂത്ത സഖാവ് കേരളത്തിലെ ജനങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. CPM-നകത്തെ അന്വേഷണങ്ങളും റിപ്പോർട്ടിങ്ങും ഒക്കെ എങ്ങനെയാണ് എന്ന് ഉദാഹരിച്ചതാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിലെ ഒരു വനിതാ സഖാവ് ഗർഭിണിയായി. വനിതാ സഖാവ് പരാതി കൊടുത്തു, എന്നെ ഒരു പാർട്ടി സഖാവാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. പാർട്ടി അത് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചു. എന്താണെന്നറിയോ? വനിതാ സഖാവിന് ഗർഭമില്ല. പാർട്ടി തീരുമാനം വന്നാൽ അതിന്റെ മേലെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് CPM-ലെ നിയമം. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ വനിതാ സഖാവ് പ്രസവിച്ചു. അപ്പൊ അത് പാർട്ടി അച്ചടക്ക ലംഘനമാണ് എന്ന് കണ്ടിട്ട് ആ പാർട്ടി സഖാവിനെ പാർട്ടി പുറത്താക്കുകയാണ് വിളിപ്പിച്ചത്. ഇതേപോലെയാണ് പാർട്ടിയിലെ അന്വേഷണങ്ങളും റിപ്പോർട്ടിങ്ങും ഒക്കെ ഇപ്പൊ നടക്കുന്നത്. ഇവിടുത്തെ സഖാക്കന്മാർ മുഴുവൻ അറിഞ്ഞെന്നുള്ള എനിക്കറിയില്ല. ഇവിടെ പല ബ്രാഞ്ചിലും റിപ്പോർട്ടിംഗ് നടന്നു. ആ റിപ്പോർട്ടിങ്ങില് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വന്നിട്ട് പറയാണ് PSC എന്ന് പറയുന്ന ഒരു കോഴയേ ഇല്ല. പിന്നെ പ്രമോദ് കോട്ടുള്ളി ചെയ്ത കുറ്റം എന്താ? എന്തിനാണ് അയാളെ പുറത്താക്കിയത്? അയാൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കി. ഈ കളങ്കം എന്ന് പറഞ്ഞാൽ പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ കോട്ടുള്ളി കളങ്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്നൊരു സംഭവം ഉണ്ടാവില്ലേ? ഒരു ജില്ലാ കമ്മിറ്റി അംഗം വിശദീകരിച്ചാൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു, അതുകൊണ്ടാണ് പുറത്താക്കിയത്. ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു ബ്രാഞ്ചിൽ ഇത് വിശദീകരിച്ചപ്പോ അവിടെ വിശദീകരിക്കാൻ വന്ന ആളെ സഖാക്കന്മാര് വിട്ടില്ല. അങ്ങനെ വെയിലായിട്ട് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് എന്താന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സഖാവ് ഗത്യന്തരം ഇല്ലാണ്ട് അവിടെ പറയാൻ പോലും അഴിമതി PSC തന്നെയാണ്. പക്ഷേ പാർട്ടി തീരുമാനം PSC എന്നുള്ള വാക്ക് നമ്മൾ പുറത്തു പറയില്ല. പിന്നെയോ ഏതെങ്കിലും സഖാവ് അത്തരം പ്രചരണത്തിന് മുതിർന്നാൽ ആ കുടുംബത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള അംഗീകാരം എന്ന് പറഞ്ഞാൽ പിൻവാതിൽ നിയമനങ്ങള്, താൽക്കാലിക ജോലി, അതൊക്കെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. അതൊക്കെ പിൻവലിക്കും. ഇനി PSC ആണ് എന്ന് സമ്മതിച്ചാൽ ഈ നടത്തിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, നടത്തിയ അഴിമതികളുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ കയറി നമ്മളെ വീടുകളിലൊക്കെ നിരങ്ങണോ എന്ന് തിരിച്ച് ഇയാൾ ചോദിക്കണം. പോലും ഇവിടെ വരണോ? കോട്ടുള്ളിൽ നിങ്ങളെ വീടുകളിൽ വരണോ? ഈടി വരണോ? ഈടി വരണ്ടെങ്കിൽ എന്ത് അവസാനിപ്പിക്കണം? PSC എന്ന് പറയുന്ന പേര് അവസാനിപ്പിക്കണം. പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു PSC കോഴ എന്ന് പറഞ്ഞ സംഭവമില്ല. അത് വിശ്വസിച്ചോളണമെന്നാണ് ഇപ്പൊ പാർട്ടി തീരുമാനം.
അപ്പൊ വീണ്ടും ആളുകൾ ചോദിച്ചത് പാർട്ടി വിശ്വസിച്ചു, പക്ഷെ നാട്ടുകാരിപ്പോ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പ്രമോദ് കോട്ടുള്ളിനെ പുറത്താക്കിയത്? കാരണം CPM എന്ന് പറഞ്ഞാൽ എന്തോ മഹാകാര്യമാണല്ലോ. പുറത്താക്കുന്ന സമയത്ത് അതിന്റെ കാരണം കൃത്യമായിട്ട് എഴുതി കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പഴയ പാർട്ടി സഖാക്കളും പുതിയ പാർട്ടി സഖാക്കളും ഒക്കെ ആ കാര്യത്തിൽ ഒറ്റ അഭിപ്രായ. പ്രമോദ് കോട്ടുള്ളി പറയുന്നത് എനിക്കൊരു കാരണവും തന്നിട്ടില്ല, എനിക്കെന്താണെന്നറിയണം അല്ലേ? പക്ഷെ 1.5 ദിവസം അത് പറഞ്ഞ ആള് ഇപ്പൊ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ ഇവിടെ പാർട്ടി തീരുമാനം നടപ്പിലാക്കി എന്നുള്ള ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാർട്ടിയാണോ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കുന്നത്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ വാദവരാധ സഖാക്കന്മാരെ പ്രസംഗിക്കുന്നത് ഭരണഘടനയെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഒക്കെ അല്ലേ? അങ്ങനെ ജനാധിപത്യം പുലരുന്ന ഒരു നാട്ടിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ CPM-ന്റെ കയ്യിൽ എന്താ ഉള്ളത്? വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയോ? ഏത് ഏജൻസിയാണ് ഈ വിഷയം അന്വേഷിച്ചിട്ടുള്ളത്? അല്ലാതെ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ ഇതെന്താ ഉത്തര കൊറിയോ ചൈനയാണോ? ഇത് ആണോ? അവിടെ പാർട്ടി തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടെ ജീവിക്കുന്ന സമൂഹത്തിന്, ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിന് വിശ്വസനീയമായിട്ടുള്ള ഒരു കാരണം നിരത്താൻ CPM-ന് സാധിക്കുന്നുണ്ടോ? പകരം അവരെന്താ ചെയ്തത്? ഈ ആരോപണം അങ്ങനെ മുറുകിയ സമയത്ത് ഈ പ്രമോദ് കോട്ടുള്ളിയുടെ പങ്കാളിയായിട്ട് ഒരു BJP-ക്കാരനും കൂടെ ഉണ്ട്. ഒരു ചാനലുകാരൻ അത് ആദ്യം അത് പുറത്തുവിട്ടു. എല്ലാ ചാനലുകാർക്കും ഒരു വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ എഴുതി പോയതാണ് പോലും. BJP-ക്കാരനും കൂടെ പങ്കാളിയാണ്. ഇവര് വിചാരിച്ചു പണ്ടത്തെ BJP ആണെന്ന്. നമ്മളെല്ലാവരും അതും കേട്ടിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ട് ആരാണ് BJP-ക്കാരൻ എന്ന് അന്വേഷിച്ചു പോകുന്ന അവര് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ടുള്ള സകല നേതാക്കന്മാരും വെല്ലുവിളിച്ചു. അങ്ങനെ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടി വരണ്ട. ഏത് BJP-ക്കാരനാ പറയും? ഇത് കണ്ടില്ലേ എല്ലാവരും മാധ്യമങ്ങളിൽ? അവസാനം ആ മാധ്യമ പ്രവർത്തകൻ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളൊന്നും വിചാരിക്കരുത്, CPM തന്നത് പാർട്ടിയാണ്. CPM കൊടുത്ത വാർത്ത ഈ മാധ്യമ പ്രവർത്തകന്മാർ CPM-ന്റെ അടിപൊളിയിരിക്കുന്നവരാണ്. എത്ര ദിവസമായി ആരോപണം വന്നിട്ട്? ആരെങ്കിലും അതിനുശേഷം പറഞ്ഞോ? അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് BJP-യെ കുറിച്ചും ഒരു ചിലപ്പോൾ നേരത്തെ ഒരു സങ്കല്പം ഉണ്ടായിരിക്കാം. ഇവിടെ കോട്ടുള്ളിയിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് പോലും, എന്തിനാണ് ഇത്രയും വലിയ പൊതുയോഗമൊക്കെ, എന്തിനാണ് ഇങ്ങനെ പ്രചരണം നടത്തുന്നത്? സ്ത്രീകളായതുകൊണ്ടാണ് നിങ്ങൾ വീട് കയറിയിട്ട് വെറുതെ വിട്ടതെന്ന് പറഞ്ഞു പോലും. നമ്മൾ 2 ആളുകൾ വീട് കയറിയിട്ട് ഈ പൊതുയോഗത്തിന് വേണ്ടി സമ്പർക്കം നടത്തിയപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ സഖാക്കന്മാരോട് CPM-ന്റെ നേതാക്കന്മാരോട് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പണ്ട് കണ്ട പാർട്ടി അല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നേരത്തെ നിങ്ങൾ BJP ആണെന്ന് പറഞ്ഞിട്ട് വഴിതിരിച്ചു വിടാൻ വേണ്ടി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുക. ഞങ്ങൾ ഈ ആരോപണം വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഒരേ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ല. മാറ്റി പറഞ്ഞതാരാ? CPM. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗർഭമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് 6-ാം മാസം പ്രസവിച്ചതുപോലെ 5 ദിവസമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CPM-ന്റെ. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഇത് ചോദിക്കാൻ പറ്റക്കാരുണ്ട്. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? അത് നിങ്ങൾ പറയുന്നത് എനിക്കതിനെ കുറിച്ച് അറിവില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല. ഇത് 7-ാം ദിവസം പ്രമോദ് കോട്ടുള്ളി പുറത്ത്. ഇതെന്ത് പാർട്ടിയാണ്? അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-നകത്ത് പണത്തോട് സഖാക്കന്മാർക്ക് ആർത്തി മൂക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരുമല്ല. അതിന്റെ സാക്ഷാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇതിന്റെ ഇടയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സഖാക്കന്മാർക്ക് പണത്തോട് ആർത്തി മൂക്കുകയാണ് അല്ലേ?
മറ്റൊരു നേതാവ് പറഞ്ഞത് പാർട്ടി ചെതലരിച്ചു എന്നാണ്. എം ഡി രമേശ് നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു വർഷം ഞാൻ പറയാം. പാർട്ടി ചെതലരിച്ചു പറഞ്ഞാൽ ചെതലായ പിന്നെ എന്താ ചെയ്യുക? ചെതലായി കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണോടൊക്കെ ചെയ്യുകയാണ് പിന്നെ, അല്ലേ? അതുകൊണ്ട് വോട്ടുള്ളിയിലെ സഖാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇപ്പൊ ചെതലരിച്ചിട്ടേ ഉള്ളൂ, അത് മണ്ണോട് ചേരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതാ ആനന്ദേട്ടൻ നമുക്ക് മാതൃകയാണ്. നിങ്ങളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മണ്ണോട് ചേരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം ഇതാ ആനന്ദേട്ടൻ അത് മാതൃകയാക്കിയിട്ട് സ്വീകരിക്കുക. ആനന്ദേട്ടൻ ഇവിടെ പാർട്ടിയിലേക്ക് ചേർന്ന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് അതല്ല, നുണപ്രചരണം കൊണ്ടൊന്നും ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ചീഞ്ഞ് നാരി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പൗഡർ പൂശി സെന്റ് പൂശി ഇതിങ്ങനെ ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ എത്ര കാലം കള്ളപ്രചരണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും? ഇവ പറയുന്നില്ലേ ബഡ്ജറ്റ് കേരളത്തിൽ ഒന്നുമില്ല, കേരളം എന്ന പേരേ പറഞ്ഞിട്ടില്ല. കേരളം എന്നുള്ള ഇങ്ങനെ കേട്ടെഴുത്ത് എഴുതലാണോ കേന്ദ്ര ബജറ്റിലെ പണി? ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്? നികുതി ഇനത്തിലാണോ, റെയിൽവേ ഇനത്തിലാണോ? എന്തിനാണ് കേരളത്തോട് കേന്ദ്രം അവഗണന കാണിച്ചിട്ടുള്ളത് ബഡ്ജറ്റിൽ? നിങ്ങൾ ചർച്ച നടത്താൻ ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ അതും കൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക. ഈ വിഷയം കൈകാര്യം ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് സെമിനാർ നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ നിങ്ങൾ വെല്ലുവിളിക്കുക. ഏത് വിഷയത്തിലാണ് അവഗണന കാണിച്ചത് എന്ന് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം. കഴിഞ്ഞ ബഡ്ജറ്റിൽ 21,000 കോടിയാ, ഇപ്പൊ 24,000 കോടിയാ എന്ന് പറഞ്ഞാൽ 3,000 കോടി ഉറുപ്പിക അധികമാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ എത്ര അനുവദിക്കാറുള്ളതെന്നുള്ള ഞാൻ പറയണം. റെയിൽവേ എന്ന് പറഞ്ഞാൽ പ്രത്യേക ബഡ്ജറ്റായിരുന്നു. 300 കോടി 400 കോടിയൊക്കെയാണ് UPA ഭരിക്കുമ്പോ. അപ്പൊ പറഞ്ഞല്ലോ, ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു എന്നിട്ട് അവഗണന പറഞ്ഞത്. ഈ കേരളത്തിലെ 29 എംപിമാരും, അതായത് 20 ലോകസഭാ എംപിമാരും രാജ്യസഭാ എംപിമാരും എല്ലാവരും പിന്തുണക്കുന്ന ഗവൺമെന്റ് ആയിരുന്നല്ലോ UPA. ആ UPAയുടെ കാലഘട്ടത്തിൽ റെയിൽവേക്ക് 300 കോടി റുപ്യ ഒക്കെയാണ് അനുവദിച്ചതെങ്കിൽ ഇപ്പോ ഈ ബഡ്ജറ്റിൽ മാത്രം 3001 കോടി ഉറുപ്പികയാണ് റെയിൽവേ വികസനത്തിന് വേണ്ടി മാത്രം കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. നികുതി ഇനത്തിന് 3000 കോടി അധികം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാത്തിനും പണം വക കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പൊ പറയുന്നത് എയിംസ് കിട്ടിയില്ല. ആരുടെ ഉത്തരവാദി? ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം മുതൽ കേന്ദ്രം ചോദിക്കുകയാണ്, നിങ്ങളൊരു സ്ഥലം കാണിക്കൂ, അതിന്റെ പ്രോജക്ട് തയ്യാറാക്കി തരൂ. അപ്പൊ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പറഞ്ഞതല്ലേ, എന്ത് പറഞ്ഞത്? വാക്കാൽ പറയലാണ്. ഏതോ അബ്ദുറഹ്മാന്റെ പേരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടി വാങ്ങിയിട്ട് അബ്ദുറഹ്മാന്റെ പേരിലുള്ള സ്ഥലം കാണിച്ചിട്ടാണോ എയിംസ് വേണമെന്ന് പറയാ? അങ്ങനെയാണോ? ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് ഇതാ ഇവിടെയാണ് എയിംസ് വരേണ്ടത്, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു ഡോക്യുമെന്റ് ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെയാ അവിടെ പറയുന്നത്? കുറച്ച് സ്ഥലം ഞങ്ങൾ എക്വയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്ഥലം ഞങ്ങളെ എളമരം കരീമിന്റെയും ഈ അബ്ദുറഹിമാന്റെയും ഒക്കെ ഫോക്കസിന്റെ കയ്യിലുണ്ട്. നമ്മളെ ഈ അഴിമതി നടത്തുന്നത് പോലെ തന്നെ ഈ കോഴിക്കോട്ടെ എല്ലാ ബിനാമി ഇടപാടുകളും നടത്തുന്നത് ഈ 2 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണല്ലോ. അതല്ല ഞങ്ങൾ ആരോപണം. PS മാത്രമല്ലല്ലോ, എയിംസിന്റെ കാര്യത്തിലും അതല്ലേ. അവിടെ ഈ എയിംസ് വരും എന്ന് പറയുന്ന ഏരിയ മുഴുവൻ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വാങ്ങിച്ചിട്ടിരിക്കല്ലേ. അത് കണ്ടിട്ടാണോ എയിംസ് അനുവദിക്കേണ്ടത്? അങ്ങനെയാണോ സർക്കാർ ഡോക്യുമെന്റ് കൊടുക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങളുടെ കള്ളപ്രചരണങ്ങളൊക്കെ പൊളിച്ചടുക്കി ഇനി ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ബഡ്ജറ്റിനാണെങ്കിലും ഞങ്ങൾ സെമിനാർ നടത്താൻ തയ്യാറാണ്. നിങ്ങൾ ആളെ വിടും. ഏത് വിഷയത്തിലാണ് അവഗണന കാണിച്ചത് എന്ന് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേരിന്റെ രാഷ്ട്രീയം, സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം,
ഇവിടെ എല്ലാവരും വിചാരിച്ചത് കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. എന്താ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത്? അപ്പൊ പറഞ്ഞില്ല ഇത് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് അല്ല അല്ലേ? അത് സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ മീഡിയകള്. തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് അല്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു ജയിച്ചത് ഇന്ത്യ മുന്നണിയാണ്. എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ CPM-മാരും ആ പ്രചരണത്തിന്റെ കൂട്ടുകയാണ്. 543 സീറ്റില് മത്സരിച്ചപ്പോ 99 സീറ്റ് കിട്ടിയ കോൺഗ്രസും 240 സീറ്റ് കിട്ടിയ ഒറ്റക്ക് കിട്ടിയ BJP. ജയിച്ചത് കോൺഗ്രസ് എന്നാ പറയുന്നത്. എന്ത് കണക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവർ വിചാരിച്ചു പേടിച്ചിട്ട് ഇങ്ങനെ വാരിക്കോരി തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് പോലെ ഇങ്ങനെ എല്ലാവരെയും പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്യും. ഇല്ല. BJP എന്ന് പറയുന്നത് രാജ്യത്തോട് കൂറുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് നിങ്ങൾ നോക്കൂ. ബഡ്ജറ്റ് അലോക്കേഷനൊക്കെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയാണ്. ഒരു പദ്ധതി തുടങ്ങി അടുത്ത സർക്കാർ വരുമ്പോ ആ പദ്ധതി ഉപേക്ഷിച്ച് വേറെ ഒരു പ്രീണനം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വേറൊരു പ്രഖ്യാപനം നടത്തുന്ന സർക്കാരല്ല ഇത്. തുടർ ഭരണമാണ്, തുടർ വികസനമാണ്. നമ്മള് സ്വാതന്ത്ര്യം ലഭിച്ച് 100-ാം വർഷമാകുമ്പോ രാജ്യം എവിടെ എത്തണമെന്ന് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സർക്കാരിനാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങള് ഇവിടെ ചാനൽ ചർച്ച നടത്തി, ഇവിടുത്തെ ചാനൽ ചർച്ച മൊത്തം പൊടിഞ്ഞിരിക്കുകയാണല്ലോ രണ്ടാഴ്ചക്കാരായിട്ട്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ നമ്മളെ രാഷ്ട്രീയവും നിയമവും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചാനലിന്റെ പല റിപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു. 8-9 ദിവസം ആ ശിരൂരിൽ പോയിരുന്നിട്ട് കുത്തി പറഞ്ഞ് ഇപ്പോ ജനങ്ങളെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി. ഇതുപോലെ തന്നെയാണ് ഇവർ രാഷ്ട്രീയവും പറയുന്നത്. ഇതേപോലെയാണ് ഡൽഹിയിൽ അതാണ് നടക്കുന്നത്, UP-യിൽ ഇതാണ് നടക്കുന്നത്, ആന്ധ്രയിൽ ഇതാണ് നടക്കുന്നത്. ഇല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള സർവേ ഒക്കെ അനുസരിച്ച് നോക്കിയാൽ BJP-ക്ക് ഇപ്പൊ ജയിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും സീറ്റ് കിട്ടില്ലായിരുന്നു. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ഇത് തന്നെയാണ് ശിരൂർ പോയിട്ട് ചെയ്തത്. അവിടെ 10-25 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്ത് സ്വാഭാവികമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഈ പ്രദേശത്ത് കാലവർഷം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. കർണാടകയിൽ അങ്ങനെയല്ലല്ലോ. അവിടെ പോയി ചാനലുകാർ പറയാണ് ഇന്ന സ്ഥലത്താണ് GPS കണ്ടെത്തിയിരിക്കുന്നത്, അവിടെ പോയിട്ടില്ല, ഇവിടെ പോയിട്ടില്ല. 8-9 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ സൈന്യത്തിന്റെ, നമ്മുടെ സംവിധാനങ്ങളുടെ എല്ലാ കഴിവും അവരുടെ പ്രൊഫഷണലിസം തെളിയിച്ചുകൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലേ? 4 ദിവസം മുമ്പേ അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നോ നമ്മളറിയില്ല. കാരണം നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ല. നമ്മളോട് ഇവരൊക്കെ പറഞ്ഞു തന്നത് രഞ്ജിത്ത് ഇസ്രായേൽ അത് ചെയ്യുന്നു, മറ്റേ ചങ്ങാതി ഇത് ചെയ്യുന്നു. അല്ലേ? എങ്ങനെയാണ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ആ വിഷയം എടുത്തിട്ടത്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മളെ തെറ്റായ വഴിതെറ്റിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കാൻ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം രാജ്യവികസനമാണ് മുഖ്യം. രാജ്യത്തിന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ആരെങ്കിലും പീഡിപ്പിക്കലല്ല. അതുകൊണ്ട് ബഡ്ജറ്റ് അലോക്കേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മുന്നോട്ടുള്ള രാജ്യത്തിന്റെ ഭാവി ശോഭനമാണ് എന്ന് കാണാം. ഇപ്പൊ കേരളത്തിൽ തന്നെ കോഴിക്കോട് എഡിഷന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥി യുവജനങ്ങൾ എന്താണ് പറഞ്ഞത്? അതിന് രാഷ്ട്രീയമില്ലല്ലോ. ABVP-ന്റെ യുവമോർച്ചയുടെ നേതാക്കന്മാരല്ല. ആ മുഖ്യധാരാ മാധ്യമങ്ങള് ഈ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ പോയി അവിടുത്തെ വിദ്യാർത്ഥികളോട് അഭിപ്രായം ചോദിച്ചു. അവര് പറഞ്ഞു ഇനി യുവാക്കൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോവില്ല. കാരണം അവർക്ക് പ്രതീക്ഷയുള്ള ബഡ്ജറ്റാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ, സ്റ്റൈപ്പൻഡ് കിട്ടാൻ, അവർക്ക് നൈപുണ്യം ഉണ്ടാക്കാൻ. തെരുവിൽ കിടക്കുന്ന ഒരു പയ്യന്റെ മനസ്സിലും നല്ല ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് 20 ലക്ഷത്തിലധികം, മിനിമം 20 ലക്ഷത്തിലധികം ഉറുപ്പിക നൽകാൻ, ആ ബിസിനസ് തുടങ്ങാൻ സർക്കാർ ഗ്യാരണ്ടിയാണ്. സർക്കാർ ഗ്യാരണ്ടിയല്ല, ഒരു പരിധി കൂടി ഞാൻ കടത്തി പറയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്യാരണ്ടിയാണ് ഈ ഒരു നാട്ടിൽ.
വേറെ എവിടെ കിട്ടും അത്രയും വലിയ സൗഭാഗ്യം? മറ്റൊരു വിഭാഗം ബിസിനസ് മേഖലയാണല്ലോ. എന്താണ് നമ്മുടെ കോഴിക്കോട്ടെ ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് മേഖലയിലെ സംഘടനകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവസ്പർശിയാണ്, സമഗ്രമാണ്. വികസനത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഒരാസൂത്രണം ഈ ബഡ്ജറ്റിലുണ്ട്. ഇനി ആരായി മോശ എന്ന് പറയുന്നത്? മോശ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മളെ ഈ കേസിനെ കുറിച്ച് PSC എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരാണ്. അത് മുഖവിലെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി അതൊക്കെ അവതാളത്തിലാവും. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കോട്ടുള്ളിയിലെ നാട്ടുകാരും പ്രത്യേകിച്ച് കോട്ടുള്ളിയിലെ സഖാക്കളും നമ്മുടെ ആനന്ദേട്ടന്റെ മാർഗം പിന്തുടരണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.